ഞാനൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളെ തവന. ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സ്തവസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കാ. സുഭാഷിതം പർശ്വവാക്യങ്ങൾ 14 അധ്യായത്തിന്റെ 1 വാക്യം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ജ്ഞാനത്തെക്കുറിച്ചും ഭോഷത്വത്തെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ ശലോമോൻ സദൃശവാക്യങ്ങളിലെ ഓരോ അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 2 സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പല രംഗങ്ങളിലും സ്ത്രീകൾ നേതൃത്വം വഹിക്കുന്നുണ്ട്. വീട്ടിലും സമൂഹത്തിലും സഭയിലും രാഷ്ട്രത്തിലുമൊക്കെ അവൾ ശ്രദ്ധിക്കപ്പെടുന്നു. അവളുടെ നേതൃത്വവും കാണുവാൻ കഴിയും. എന്നാൽ അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യം കുടുംബം തന്നെയാകുന്നു. മകൾ, ഭാര്യ, അമ്മ, വലിയമ്മ, ഇങ്ങനെ പല റോളുകളും ഒരു സ്ത്രീക്ക് അലങ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ജ്ഞാനമുള്ളവളും മറ്റവൾ ഭോഷത്വമുള്ളവളുമാകുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം ആരംഭം മുതലേ പറഞ്ഞു വരികയാണ് ശലോമോൻ. ജ്ഞാനമുള്ള സ്ത്രീ യഹോവ ഭക്തിയോടെ ജീവിക്കുന്നു. ഭോഷത്വമുള്ളവളോ ജ്ഞാനവും പ്രബോധനവും നിരസിച്ച് ജീവിക്കുന്നു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് അമ്മ. വീട് പണിയാനുള്ള ഉത്തരവാദിത്തം ദൈവം അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അക്ഷരികമായ ഒരു വീടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ജ്ഞാനിയായ സ്ത്രീക്ക് ഒരു അടിസ്ഥാനമുണ്ട്. അവൾ ഉറച്ചിരിക്കുന്നത് അവളുടെ ദൈവത്തിലാണ്. അവൾ ഭയഭക്തിയോടെ ജീവിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നു. അവൾക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ടായിരിക്കും. സ്നേഹത്തിന്റെ ശക്തമായ ഇഷ്ടിക ഉപയോഗിച്ചാണ് അവൾ ഭവനം പണിയുന്നത്. നന്നായി ഭവനം പണിഞ്ഞ അനേക സ്ത്രീരത്നങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ ഭവനം പൊളിച്ചു കളഞ്ഞവരെയും. ഇസ്രായേൽ ഗൃഹം പണിതത് ലേയയും റാഖേലുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സാറ, ഹന്ന, രൂത്ത്, എസ്തേർ, എലിസബത്ത്, മറിയ, ഇങ്ങനെ പലരെയും കുറിച്ച് പറയുവാനുണ്ട്. രൂത്തിന്റെ പുസ്തകം 2:11 ഇങ്ങനെ വായിക്കുന്നു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ ജ്ഞാനമുള്ള സ്ത്രീ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലുമുണ്ട്. ജ്ഞാനിയായ സ്ത്രീക്ക് മക്കളെ പത്യോപദേശത്തിലും ഭയഭക്തിയിലും വളർത്തിയെടുക്കുവാൻ നിശ്ചയമായും കഴിയും. തിമത്തിയോസിന്റെ നിർവാജ്യ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്വന്തം ഭവനങ്ങൾ പൊളിച്ചു കളഞ്ഞ അഥല്യയെക്കുറിച്ചും ഇസബേലിനെ കുറിച്ചും വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്ന് 1 തിമത്തിയോസ് 2:15 എഴുതിയിരിക്കുന്നു. The wise woman builds her house, but the foolish pulls it down with her hands. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വീടുകൾ പണിയുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ദീനം തോറും
Thank you.